കോട്ടയം ജില്ലയിലെ ഒരു മലയോര ഗ്രാമമാണ് മേലുകാവ്. ഒരു സഞ്ചാരിയെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് മേലുകാവിന്. മേലുകാവിൻ്റെ മലകളുടെ സൗന്ദര്യം വർണ്ണനകൾക്കപ്പുറമാണ്. അത്രയ്ക്കും ഭംഗിയാണ് ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മേലുകാവിൻ്റെ ഉൾഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാഞ്ഞിരംകാവലയിലാട്ടോ. മേലുകാവിന് പോകുന്ന വഴിയാണ്, നമ്മുടെ മേലോട്ടുള്ള എലവേഴാപ്പുഞ്ചയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന മലയാള സിനിമയിലെ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള മേലുകാവ് എന്ന സുന്ദരമായുള്ള ഗ്രാമമാണ്. ആ ഗ്രാമത്തിന് ഒരു 15 കിലോമീറ്റർ ചുറ്റളവിൽ കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. ചെറിയ ചെറിയ തോടുകളും കുന്നുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം. അപ്പോൾ നമുക്ക് മേലുകാവിൻ്റെ സുന്ദരമായിട്ടുള്ള ആ ഗ്രാമക്കാഴ്ചയിൽ യാത്ര ചെയ്താലോ. മേലുകാവിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറി കാഞ്ഞിരംകാവലയ്ക്ക് അടുത്തായിട്ടുള്ള പക്കാപ്പള്ളി വളവാണിത്. മേലുകാവ് സ്ഥിതി ചെയ്യുന്ന കോട്ടയം ജില്ലയിലാണെങ്കിലും കോട്ടയത്തിൻ്റെയും ഇടുക്കിയുടെയും ബോർഡർ പങ്കിടുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഈ മേലുകാവിൽ തന്നെയുണ്ട്. കണ്ണടക്കാൻ നമുക്ക് തോന്നില്ല, അത്ര സുന്ദരമാണ് മേലുകാവിന് ചുറ്റുമുള്ള മലയോര ഗ്രാമങ്ങൾ. മേലുകാവിൽ നിന്നൊരു 3 കിലോമീറ്റർ മാറിയുള്ള എള്ളുംപുറം മലയിലേക്ക് നമുക്ക് ആദ്യം യാത്ര ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ എള്ളുംപുറം മലയിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ പറഞ്ഞു തരുന്നത് ഇവരാട്ടോ, നമ്മുടെ മേലുകാവിൻ്റെ സ്വന്തം ആൾക്കാരാണ്. ഒന്ന് ദീപു, ഒന്ന് ജോജോയ്ക്ക് ഒരു ചാനലൊക്കെ ഉണ്ട്. നമ്മൾ മേലുകാവ് ന്യൂസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് പേജാണ്. ഏകദേശം ഒരു 42,000 ഫോളോവേഴ്സും 20K ലൈക്കൊക്കെ ഉണ്ട്. തന്നെ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വണ്ടർ ജോജോ എന്ന് ചെയ്ത നമുക്കറിയാം. അത്യാവശ്യം തൊടുപുഴയിലെ കുറച്ച് സീമാസ് പുളിമൂട്ടിൽ ഗോൾഡിനൊക്കെ വ്ളോഗിങ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഓക്കെ അങ്ങനെ ചെയ്തു അല്ലേ. അപ്പം ഈ ഒരു ചാനലൊക്കെ നിങ്ങൾ പോയാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എള്ളുംപുറം മലയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു CSI പള്ളി ഇവിടെ ഉണ്ട്. ആ പള്ളിയുടെ തൊട്ട് പുറകിലുള്ള ഒരു പഴയകാല കെട്ടിടോ, ഒരു 100-150 വർഷത്തോളം പഴക്കമുണ്ടല്ലേ അപ്പച്ചത്? 150 വർഷം മേളിൽ പഴക്കമുണ്ട്. അപ്പച്ചന്റെ പേരെങ്ങനെയാ പറഞ്ഞത്? എന്റെ പേര് മൈക്കിൾ. 150. ഇപ്പൊ എത്ര നാളായി ഇവിടെ ജനിച്ച ഇവിടെ തന്നെയാണോ? അല്ല, ഞാൻ കുറിഞ്ഞിപ്പുളാവായി ജനിച്ച്. ഇവിടെ കട തുടങ്ങിയിട്ട് 25 വർഷമായി. അതെ അല്ലേ. ഈ കടയായിരുന്നു അപ്പച്ചൻ പണ്ട് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന കടയായിരുന്നു ഇത്, ഈ സ്ഥലം? അതെ. അന്ന് ആ കാലഘട്ടത്തിലെ ഈ ഒരു പള്ളിയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കട തുടങ്ങിയ സമയത്ത്? ഉണ്ടായിരുന്നു അല്ലേ. 135 വർഷമായി ഈ പള്ളിയില്. 135 വർഷം പഴക്കമുള്ള പള്ളിയാണിത്. 37 വർഷം. ഓ, അത്ര ഉണ്ടല്ലേ. അപ്പൊ അപ്പച്ചന്റെ അപ്പനൊക്കെ ഉള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പള്ളിയല്ലേ? ഉണ്ടായിരുന്ന പള്ളിയാ. അപ്പൊ അന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വട്ടം കൂടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാട്ടോ. നല്ല രസമുള്ളൊരു പഴയകാല ഒരു ഓർമ്മകൾ നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഉണ്ടാവും അല്ലേ? പഴയ കൂട്ടുകാരൊക്കെ ഇപ്പോഴും ഉണ്ടോ? കുറെ ആൾക്കാരൊക്കെ മരിച്ചുപോയി. കുറച്ച് ആൾക്കാരുണ്ടല്ലേ. ഇപ്പൊ അപ്പച്ചനിപ്പോ എവിടെ താമസിക്കുന്നത്? ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നത് ഈ ഒരു സ്ഥലത്ത്? അല്ല, ഇത് ഞാനിവിടെ താമസിക്കുന്നത് ഇവിടുന്ന് ഒരു കുറച്ചുകൂടെ ഒരു 1/2 കിലോമീറ്റർ താഴെ ഇറങ്ങി പോകണം അല്ലേ? വീട്ടിലേക്ക് പോകണം. പിന്നെ ഈ അപ്പച്ചൻ പറഞ്ഞിട്ട് പെരുന്നാളിനൊക്കെ ഇവിടെ വന്ന ആൾക്കാർക്ക് അപ്പച്ചൻ 5 രൂപയ്ക്കാണ് ചായ കൊടുക്കണേന്നൊക്കെ. അല്ല, ഞാൻ 5 രൂപയ്ക്ക് ഇവിടെ പൊതുവെ മൊത്തം 10 രൂപയാണ്. എന്നാൽ ഞാൻ പെരുന്നാളിനും അല്ലേലും ഇപ്പോഴും 5 രൂപയ്ക്ക് ഈ കടുംചായ കടുങ്കാപ്പിയൊക്കെ എപ്പോഴും കൊടുക്കും അല്ലേ? എപ്പോഴും കൊടുക്കും. എന്നും രാവിലെ ഇവിടെ വരുമോ? എന്നും രാവിലെ വരും. എല്ലാ ദിവസവും. അപ്പൊ കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് ചായ കുടിക്കാറുണ്ടോ? കുറച്ച് ആൾക്കാർ ഇപ്പൊ ആൾക്കാർ കുറവാ പൊതുവെ. എന്നാലും 50 പേര് വരും. ആണോ രാവിലെ ചായ കുടിക്കാൻ? രാവിലെ. ഓക്കെ. അപ്പൊ നിങ്ങൾ എള്ളുംപുറം മലയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അപ്പച്ചന്റെ കടയിലെ ചായ കുടിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വിശ്രമിക്കാനുള്ളൊരു നല്ലൊരു സ്ഥലമാണ്. എന്തായാലും അപ്പച്ചനോട് സംസാരിക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കറക്റ്റ് സമയത്ത് വന്നുകൊണ്ട് അപ്പച്ചനോട് ഉണ്ടായിരുന്നു. നമുക്ക് മലയ്ക്ക് മുകളിലേക്ക് യാത്ര ചെയ്യാം. അപ്പം ഞാനിവിടെ വന്നെനിക്ക് നമ്മുടെ എള്ളുംപുറം മലയ്ക്ക് പോകാൻ നേരത്ത് നമ്മുടെ മുട്ടത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പറാണ് ചേട്ടൻ. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ബിജോയ് അല്ലേ. ബിജോയ് ചേട്ടൻ മെയിനായിട്ട് ഓഫ് റോഡൊക്കെ ചെയ്യുന്ന ആട്ടോ. ഓഫ് റോഡിൽ കുറേ ജിപ്സി ഉണ്ട്, പിന്നെ കുറച്ച് ജീപ്പ് റാംഗ്ലറാണോ? അത് പഴയ വലിയ 64 മോഡൽ അല്ലേ. ഓഫ് റോഡിന് എവിടെയൊക്കെ എല്ലായിടത്തും പോകാറുണ്ടോ? മത്സരങ്ങൾ പോകാറുണ്ടല്ലേ. ബിജോ ചേട്ടനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കണം, കാരണം അത്രമാത്രം കാര്യങ്ങൾ ചേട്ടനെ കുറിച്ച് പറയാനുണ്ട്. ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു വലിയൊരു ഗുഹയാണ് കേട്ടോ. നമുക്കതൊന്ന് പോയി കാണാം കേട്ടോ. നമ്മുടെ തൊടുപുഴ ടൗണൊക്കെ അങ്ങ് ദൂരെ കാണാം, മലയ്ക്ക് അപ്പുറം കേട്ടോ. ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ. നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, നല്ല ഈ മലയ്ക്ക് മുകളിൽ. ഈ ഒരു എള്ളുംപുറം മലയുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളെല്ലാം വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കാരണം ഒരു താഴ്വാരം പോലെയാണ് കണ്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു 100-300 മീറ്ററിന് താഴെയായിട്ട് വലത്തേക്കൊരു കോൺക്രീറ്റ് റോഡുണ്ട്. ഈ റോഡിൽ കൂടെ അങ്ങ് ഇറങ്ങി ചെന്നാൽ നമുക്ക് ഇപ്പോൾ പറയുന്ന ഗുഹയുടെ അവിടെ എത്താൻ പറ്റും. ഗുഹ എന്ന് പറയുമ്പോൾ ഒരു അള്ളാണ്. പണ്ട് കാലത്ത് അവിടെയൊക്കെ പുലിയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ, ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അറിയില്ല. എന്തായാലും ഇവിടെ ഒരു സിനിമയുടെ സ്വർഗം എന്ന സിനിമയുടെ ഷൂട്ടൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്തായാലും നിങ്ങൾ
ആ വഴിക്കോട്ട് പോകുമ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ മിസ്സാവാതെ ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. പാറയായതുകൊണ്ട് വഴുവഴുക്കുള്ള സ്ഥലമാണ്. അപ്പം പോകുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രം ഇറങ്ങുക, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും. ഇങ്ങോട്ട് വരാനാണ് പാട്. ഇവിടെയുള്ള സ്ഥലങ്ങളിലെ പ്രത്യേകം എന്ന് വെച്ചാൽ ഫുള്ളിങ്ങനെ പാറകളുടെ ഒരു സൈഡ്. നമ്മൾ നോക്കിയിടുന്നില്ലെങ്കിൽ അപ്പം തന്നെ വരും. ഫുള്ളിങ്ങനെ തന്നെ കിടക്കണം. നമ്മൾ ആ റോട്ടിൽ കൂടെ തന്നെ നേരെ പോകുമ്പോൾ താഴത്തോട്ടുള്ള വഴി നീലൂരാണ്. ഇടത്തോട്ട് പോയാൽ നമുക്ക് എള്ളുംപുറം മലയിലെത്താം. കാഞ്ഞിരംകാവില കഴിഞ്ഞ് ഒരു 50 മീറ്റർ കഴിയുമ്പോൾ വലത്തേക്കുള്ള വഴി വന്നാൽ നമുക്ക് എള്ളുംപുറം മലയിലേക്ക് എത്തിച്ചേരാം. ഏകദേശം ഒരു 2 കിലോമീറ്റർ യാത്ര ചെയ്യണം. എള്ളുംപുറം മലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മലയ്ക്ക് ചുറ്റുമുള്ള മറ്റു മലനിരകളാണ്. നമ്മുടെ പള്ളിയുടെ തൊട്ട് പിറകിലായി കാണുന്ന ആ മല എലവീഴ പുഞ്ചിറ മലനിരകളാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വർണ്ണിക്കാൻ പറ്റാത്തത്ര സൗന്ദര്യമാണ് എള്ളുംപുറം മലയ്ക്കുള്ളത്. ചുറ്റും മലനിരകൾ. എത്ര നേരം വേണേലും നമുക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റും. കാരണം അത്രമാത്രം നമ്മുടെ മനസ്സിനൊരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ഫീലാണ് ഈ മലയ്ക്ക് മേളിൽ നിൽക്കുമ്പോൾ. ആഹാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയാള ചിത്രമുണ്ട്. അതിൽ ആ വടം വലിക്കുന്ന ആൾക്കാരില്ലേ, ഈ എള്ളുംപുറം മലയുടെയൊക്കെ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ വടംവലിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഈ ഒരു മലയ്ക്ക് മുകളിലാണെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ എള്ളുംപുറം മലയ്ക്ക് മുകളിലിരിക്കുന്ന ഈ ഒരു കുരിശുപള്ളി സെൻറ്റ് സേവിയർ ചർച്ചിൻ്റെ കുരിശുപള്ളിയാണ് നീലൂരുള്ള. എന്തായാലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അത് ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു മേലുകാവ് വരുവാണെങ്കിൽ എള്ളുംപുറം മല വരാൻ വേണ്ടി മറക്കല്ല കേട്ടോ. മലയാണ് നമ്മുടെ എലവീഴ പൂഞ്ചിറ മലനിരകൾ. ഇപ്പോൾ കണ്ടോ ഇങ്ങനെ മഞ്ഞ് കയറി വരാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ അപ്പുറം നീലൂർ മല. ഇവിടെ നിന്നാലും നമ്മുടെ ആലപ്പുഴ ജില്ല വരെ കാണാനാട്ടോ പറഞ്ഞത്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ അങ്ങേറ്റത് കണ്ടോ. ചുമ്മാ പുളി വ്യൂ ആ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഭാഗത്തൊക്കെ വരുവാണെങ്കിൽ, മേലുകാവ് ഭാഗത്തൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എള്ളുംപുറം ഈ പാറയിൽ വന്നു കേട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് സാജു അല്ലേ? ഓക്കെ. അതെ അല്ലേ? നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണോ? അതെ അല്ലേ? നിങ്ങളുടെ നാടെന്ന് കാണിച്ചേക്കാന്ന് വെച്ചു. നമ്മൾ മേലുകാവ് അതെ അല്ലേ? എന്തായാലും മാക്സിമം നമ്മൾ അതുപോലെ തന്നെ മുന്നോട്ട് എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. നമുക്കിനി സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് എരുമാപ്ര, ആ ഒരു ചർച്ചിൻ്റെ കാഴ്ചകൾ കാണാം കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതിട്ടുള്ളൊരു ചർച്ചാണ്. ഈ എരുമാപ്ര പള്ളിക്ക് പോകുന്ന വഴിക്ക് തലമുട്ടാങ്കല്ലി വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് അതൊന്ന് കാണാം. എരുമാപ്ര പള്ളിക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ വെച്ചത് ഈ നാട്ടുകാരായ ചേട്ടനെ പരിചയപ്പെടും. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ജോസ്. അപ്പോൾ ജോസ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ഈ നാടിൻ്റെ ഹിസ്റ്ററി എന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട മങ്കൊമ്പ് അമ്പ ക്ഷേത്രത്തിൽ നിന്ന് കല്ലുവട്ട ക്ഷേത്രത്തിലേക്ക് പോകുന്നതായിട്ടൊരു നാട്ടുവഴിയാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈ ജനങ്ങൾ, ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ പല സ്ഥലങ്ങളിലേക്കും പോകുവാൻ വേണ്ടി പള്ളി, അമ്പലം, ക്ഷേത്രം, സ്കൂള്, കോളേജ്, ഹോസ്പിറ്റല്, റേഷൻ കട മുതലായ സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നാട്ടുവഴിയായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. അന്ന് വേറെ റോഡോ ബാക്കിയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മലനാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ, വികസനത്തിന് അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ നാട്ടുവഴിയാണ്. ഈ നാട്ടുവഴിക്ക് തലമുട്ടാങ്കല്ലെന്ന് പേര് വരാൻ കാര്യം, ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു കല്ലുണ്ടായിരുന്നു. ഒരു വലിയൊരു കൂറ്റൻ കല്ലുണ്ടായിരുന്നു. ആ കല്ലിൻ്റെ കീഴിൽ കൂടി നടപ്പാത, ആ നടപ്പാതയിൽ കൂടി നമ്മൾ നടന്നു ചെല്ലുമ്പോൾ തല കുനിച്ച് വേണം നടക്കാൻ. തല കുനിഞ്ഞ്, നമ്മുടെ കുനിഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലയിടിക്കും. അതിനാണ് തലമുട്ടാങ്കല്ലെന്ന് പേര് വന്നത്. അതാണ് ഇവിടുത്തെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് അതിമനോഹരമായൊരു കാഴ്ചയാണ്. അടുത്ത ഏരിയയിലെങ്ങും കാണാൻ പറ്റില്ലാത്തൊരു പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന വ്യൂ പോയിന്റ് ആണോ? ഈ കാണുന്ന വ്യൂ പോയിന്റ് ഇവിടെന്ന് പറഞ്ഞാൽ മേലുകാമറ്റം, പാല, കോട്ടയം ജില്ലയുടെ ഒരു 90% സ്ഥലങ്ങളും ഇവിടെ നോക്കുമ്പോൾ കാണാം. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. വളഞ്ഞു പുഴങ്ങുന്ന കാട്ടരുവി, വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന കാട്ടരുവി പ്രകൃതിയെ വെള്ളിയരഞ്ഞാണം ഉടുപ്പിക്കുകയാണ്. ഈ കാട്ടരുവി ചെറിയ കൊച്ചു കൊച്ചു വയലേലകൾ മരതക പട്ടണിഞ്ഞ് നിൽക്കുകയാണ്. പൊന്നും ചിങ്ങമാസത്തിൽ അവൾ പട്ടെടുത്ത് മഞ്ഞണിഞ്ഞ് നിൽക്കുന്ന വയലേലകൾ താഴെയായിട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രകൃതി സൗന്ദര്യമാണ്. അത് ആസ്വദിക്കുകയാണെങ്കിൽ ഈ തലമുട്ടാൻകല്ലിൽ തന്നെ വരണം. അതാണ് ഇവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ച. ഇവിടെ പണ്ട് കാലത്ത് ഹോസ്റ്റലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബോർഡിങ് പാറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ വ്യൂ പോയിന്റ് ഇതുണ്ടോ, അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ നിന്ന് കാണാൻ വേണ്ടി.
എവിടെയാണ് ഹോസ്റ്റല്? ഹോസ്റ്റല് തൊട്ട് ബാക്കിൽ തന്നെയാണ് ഹോസ്റ്റല്. അതെ അല്ലേ? കാനഡയും ജർമ്മനിക്കാരും കൂടെ കൂടി നടത്തിക്കൊണ്ടിരുന്നതാണ്. അതെയോ? ഇപ്പം നിലവിലുണ്ട്. നിലവിലുണ്ടോ? അതുകൊണ്ടാണ് ബോർഡിംഗ് പറഞ്ഞത് വരുന്നത്. ഓ, അപ്പോൾ ബോർഡിംഗിൽ നിന്നാണ് ഹോസ്റ്റൽ പറഞ്ഞു വിട്ടത് ഹോസ്റ്റലിൽ. അതെ അതെ, ബോർഡിംഗ് ഇവിടെ നിന്ന് പഠിക്കാനാണ് പിള്ളേര്? പിള്ളേരൊന്നും പഠിക്കുന്നത് പല സ്ഥലങ്ങളിലും ഒന്ന് പഠിക്കുന്നത് പാവപ്പെട്ട. അതെ അല്ലേ? ഓക്കെ ഓക്കെ. ഹൈറേഞ്ച് പ്രദേശങ്ങൾ മേഖലയിൽ നിന്നാണ് കൂടുതൽ പിള്ളേർ വരുന്നതല്ലേ? വരുന്നത്. 150 കുട്ടികളോളം പഠിച്ചുകൊണ്ടിരുന്നതാണ്. അത് കാനഡക്കാരും ജർമ്മൻകാരും കൂടെ കൂടിയാണ് ഇത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അതെ അല്ലേ? ശരി ശരി. ഇപ്പോൾ ഡയസിന്റെ വകയായിട്ടാണ്, ഈ സഭയുടെ വകയായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ അല്ലേ? സ്പോൺസർ ചെയ്തു ആണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ അല്ലേ? ഓക്കെ ഓക്കെ. കുട്ടികൾ കുറവാണ് ഇവിടെ. എന്നാലും ഫുള്ള് മലനിരകളാണല്ലോ. നമ്മൾ അവിടെ നിന്ന് കാണാവുന്ന അതേ മലനിരകളാണല്ലോ ഇവിടെ നിന്ന് കാണുന്നത് അല്ലേ? അതിലും മനോഹരമാണ്. ഈരാറ്റുപേട്ട, തീക്കോയി. ഓ, അതെല്ലാം കാണാം അല്ലേ? ഇത് അങ്ങനെയുള്ള ആ ടവർ നിൽക്കുന്ന മല ഏതാ പോലും? അത് കളത്തക്കടവ്. കളത്തൂക്കടമാണോ? അതെ. ഓക്കെ ഓക്കെ. എന്തായാലും കൊള്ളാട്ടോ ഇവിടുത്തെ. കുറിഞ്ഞിപ്ലാവ്. അതെ, ഇവിടെയുള്ള ഓരോ സ്ഥലങ്ങളും ഒന്നിനൊന്നും മെച്ചമാട്ടോ. കാരണം അത്രമാത്രം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. സെൻറ്റ് പീറ്റേഴ്സ് CSE ചർച്ച് എരുമാപ്രയുടെ ഇടവികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായി വളർന്നു വരുന്നു. സ്കൂളും ഹോസ്റ്റലുമൊക്കെ സഭയോട് ചേർന്ന് നടത്തപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഒരു വാഹന സൗകര്യവുമെല്ലാം ബസ് റൂട്ടുമൊക്കെ ആകുവാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് എരുമാപ്ര പള്ളിയുടെ വികാരച്ചനാട്ടോ. അപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇങ്ങോട്ടൊരു ബസ് റൂട്ട് വേണമെന്നല്ലേ? ബസ് കുറേ അതെ 100. ഇതിനു മുമ്പ് ബസ് ഓടിക്കൊണ്ടിരുന്നതാണോ അച്ഛാ? ആണല്ലേ? ഓടിക്കൊണ്ടിരുന്നല്ലേ? ഇടയ്ക്ക് വെച്ച് നിന്നു പോയി അല്ലേ? അത് വീണ്ടും പുനരാരംഭിക്കുന്നതാണ് അച്ഛൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും അത് ഉടൻ തന്നെ ഗവൺമെൻറ് അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ എടുത്ത് ഈ ഒരു നാട്ടുകാർക്ക് ഒരു ബസ് സൗകര്യം എത്തിച്ചു കൊടുക്കണം. നമ്മളും എന്നെ വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു കേട്ടോ. മേലുകാവ് ഭാഗത്ത് വരുവാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു ചർച്ച കേട്ടോ ഈ CSI ദേവാലയം. 1849 പണി കഴിപ്പിച്ച ഈ ഒരു പള്ളി എന്ന് പറയുമ്പോഴല്ലോ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നടക്കുന്നത്. നമുക്ക് മുന്നിലുള്ള ഇങ്ങനെ എന്നാ പറയുക, കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ ഇത്രയും നല്ലൊരു വ്യൂ കിട്ടുന്ന പള്ളി ഇവിടെ അടുത്തൊക്കെ ഞാൻ കണ്ടില്ല കേട്ടോ. അത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ മേലുകാവ് എന്ന് പറയുമ്പോൾ. പള്ളിയാണെങ്കിലും ക്ഷേത്രങ്ങളാണെങ്കിലും ഒരുപാട് ഒരു പുണ്യഭൂമിയാണിത്. ക്ഷേത്രങ്ങളുടെയും പള്ളികളുടെയൊക്കെ അങ്ങനെ ഒരുപാട് പള്ളികളും ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് കേട്ടോ. എല്ലാം തന്നെ ഇരിക്കുന്ന മനോഹരമായിട്ടുള്ള മലയ്ക്ക് മുകളിലാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഗ്രാമം തന്നെയാണ് മേലുകാവിലെ വിവിധ ചെറിയ ചെറിയ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. എത്ര സുന്ദരമാണ് ഈ ഒരു മലമുകളെന്ന് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളിവിടെ വന്ന് നോക്കണം. അത്രമാത്രം സുന്ദരമായ ഒരു മലയുടെ മുകളിലാണ് 1849 പണി കഴിപ്പിച്ച ഈ ഒരു പള്ളി ഇരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും സുന്ദരമായ മലമുകളിലിരിക്കുന്ന പള്ളികളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു സെൻറ്റ് പീറ്റേഴ്സ് CSI ചർച്ച്. റവറൻഡ് ഹെൻറി ബേക്കറാണ് 1848 ആദ്യമായിട്ട് ഈ ഒരു മലയുടെ മുകളിൽ മിഷണറി പ്രവർത്തനത്തിനായി വന്നത്. കുന്നുകളുടെ അപ്പോസ്തലൻ എന്ന പേരിലാണ് ഇപ്പോൾ അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത്. ക്രിസ്ത്യൻ വിശ്വാസങ്ങളും ഉപദേശങ്ങളും സമൂഹത്തെ പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഈ മലമുകളിലെത്തിയത്. 1983 ഏപ്രിൽ 3 ഒരു ഈസ്റ്റർ ദിനത്തിലാണ് ഈസ്റ്റ് കേരള ഡയോസിസ് രൂപീകൃതമായത്. മേലുകാവ് ക്രൈസ്റ്റ് ചർച്ച് പുതിയതായി രൂപീകരിച്ച രൂപതയുടെ കത്തീഡ്രലായി മാറി. അന്നേ ദിവസം പുതിയ രൂപത കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനവും നടന്നു. K. മൈക്കിൾ ജോണാണ് അന്നത്തെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഞാൻ പല ഗ്രാമങ്ങളിലൂടെയും പോയിട്ടുണ്ട്, ഒരുപാട് പള്ളികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും സുന്ദരമായ ഒരു മലമുകളിലിരിക്കുന്ന പള്ളി ഞാൻ ആദ്യമായിട്ട് കാണുക. എന്തായാലും നിങ്ങൾ മേലുകാവ് വരുവാണെങ്കിൽ ഈ ഒരു കത്തീഡ്രൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും മറക്കരുത്. നമ്മുടെ ഇവിടെ ഒരു വീരമൂർത്തി വരച്ച ഒരു ജവാൻ കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേരാണ് ജെയിൻ P. നയനാണ്. 1999 വെച്ചാണ് ജമ്മുവിൽ ഉധംപൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൂർത്തി വരച്ചത്. അപ്പം ഈ എരുമാപ്രയ്ക്ക് വരുന്ന ഈ റോഡിന് തന്നെ ജെയിൻ P. നയനാൻ റോഡ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇദ്ദേഹം ഈ നാട്ടുകാരനാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ കല്ലറ കേട്ടോ. ചേട്ടൻ ഈ ഒരു നാട്ടുകാരനാട്ടോ. അപ്പോൾ ചേട്ടൻ്റെ കയ്യിലൊരു മൊബൈലൊക്കെ ഉണ്ട്. ഈ മൊബൈലിൽ റേഡിയോ കേൾക്കുമെന്നാണ് ചേട്ടൻ്റെ ഒരു ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമല്ലേ? ജസ്റ്റ് ആ മൊബൈലൊന്ന് വെച്ച് നോക്കി എങ്ങനെയാണെന്ന്. പാട്ട് കേൾക്കുമോ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് രാജു. രാജു അല്ല, ചേട്ടൻ ടൈം പാസ് ആട്ടോ മൊബൈലിൽ. കണ്ടോ, അതാണ് കേട്ടോ. അധികം പാട്ട് കേൾപ്പിക്കാൻ വല്ല കോപ്പിറൈറ്റുള്ളതുകൊണ്ട്. ഓക്കെ, ശരി എന്നാൽ. ഇതിപ്പോൾ ആ മലയ്ക്ക് മുകളിലുള്ള ആ പള്ളിയുടെ അടുത്ത് തന്നെയുള്ളൊരു സ്കൂളാട്ടോ. നല്ല രസമുള്ളൊരു ആംബിയൻസിലാണ് ആ സ്കൂളും ഇരിക്കുന്നു കേട്ടോ. എന്തായാലും നമുക്കിനിയിപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ കൂടെ വന്ന ജോസിയേട്ടൻ്റെ ഒരു 3 കുളങ്ങളുള്ള ഒരു നാടാണ്. നമുക്ക് അങ്ങോട്ട് പോകാം.
എൻ്റെ പിറകിലാണ് ഈ ഒരു പ്ലാവുണ്ട്. ഏകദേശം 100-200 വർഷത്തോളം പഴക്കമുള്ള ഒരു പ്ലാവാണോ. ഇത് 10 സെന്റിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടന്ന പ്ലാവാണ്. അതെല്ലാം പോയതാട്ടോ, കാലക്രമേണ എല്ലാം പോയതാണ്. കണ്ട ശരിക്കും ഒരു 3 നാൾ പിടിച്ചവരെ എത്തില്ല, അത്ര വലിയ വലുപ്പമുള്ള പ്ലാവാണ്. ഇതിന്റെ ഉൾവശം ഞാൻ കാണിച്ചു തരുന്നത് മൊത്തം പോയേക്കോട്ടോ. ഈ 2 ശിഖരങ്ങൾ മാത്രം അവിടെ നിലനിൽക്കുന്നു കേട്ടോ. എന്നാലും പ്ലാവ് എത്ര വർഷം നിൽക്കുമെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണം കേട്ടോ ഈ ഒരു പ്ലാവ് കേട്ടോ. ഈ നാട്ടുകാരാണ് നമ്മുടെ ജോസേട്ടന്റെ നാട്ടിലാണ് ഈ ഒരു പ്ലാവുള്ളത് അല്ലേ, അമ്മച്ചി പ്ലാവുള്ളത്. ഇതിന്റെ ചക്ക എത്ര കിലോ വെയിറ്റ് വരുന്ന പറഞ്ഞത്? 80 കിലോ വെയിറ്റ്. ആണോ? 80 കിലോ വെയിറ്റ്. 50 കിലോ വെയിറ്റ് ഉള്ള ചക്ക കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഇതിന്റെ ചക്കയാണ്. അതെ അല്ലേ? ഇപ്പൊ ഉണ്ടാവാറില്ല. ഇപ്പൊ ഒരു 25-30 കിലോയ്ക്കുള്ളില്ല. ഇല്ല അല്ലേ? ഇല്ല. പ്ലാവ് മുഴുവൻ നശിച്ചു പോയതുകൊണ്ട് പോയല്ലേ. കണ്ടോ, അത്രമാത്രം ഉണ്ടായിരുന്ന പ്ലാവാട്ടോ. അപ്പൊ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുന്നത് മിസ്റ്റർ ജോജോ ആണ്. വണ്ടർ ജോജോ ദീപു ആണ്. ദീപു നമ്മുടെ KSFBയിലെ സ്റ്റാഫാണ്. ഇവിടെ കറണ്ട് കളയോ നിങ്ങൾ? കറണ്ട് കളയില്ല അല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു കുളം ഏകദേശം ഒരു 300 വർഷത്തോളം പഴക്കമുള്ളൊരു പഴയ കുളം കേട്ടോ. എരുമാപ്രയിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിലോട്ട് ഈ ഒരു സ്ഥലത്തോട്ട്. എന്തായാലും അമ്മച്ചിപ്ലാവൊക്കെ നിൽക്കുന്ന ഒരു പഴയ സ്ഥലം നമ്മുടെ ജോസേട്ടൻ്റെ വീടിരിക്കുന്ന ഈ ഒരു ഭാഗത്താട്ടോ. ഇതുപോലൊരു 3 കുളം അവിടെ ഉണ്ട്. അപ്പോൾ ആ കുളത്തിലെ വെള്ളം ഒരു വേനൽക്കാലത്ത് പറ്റില്ലെന്നാണ് ജോസേട്ടൻ പറഞ്ഞു കേട്ടോ. എൻ്റെ കൂടെ വരുന്ന ജോജോ ഒരു ടൂർ കോർഡിനേറ്റർ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മേലുകാവിലോ ഇല്ലിക്കലിലോ എലവീഴ പൂഞ്ചിറയിലോ എവിടെയെങ്കിലും സ്റ്റേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോജോനെ കോൺടാക്ട് ചെയ്താൽ മതി, ഉത്തരവാദിത്തോടെ അറേഞ്ച് ചെയ്ത് തരും. മേലുകാവിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയുള്ള മറ്റൊരു ദേവാലയമാണ്. ശരിക്കും നിങ്ങൾ മേലുകാവ് പോയാൽ ഒരുപാട് ദേവാലയങ്ങൾ കാണാൻ പറ്റും. ഈ ദേവാലയങ്ങളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് ഇതുപോലുള്ള കുന്നിൻ്റെ മുകളിലാണ്. എത്ര ഭംഗിയുള്ള കാഴ്ച എന്നറിയോ, നമ്മൾ അറിയാതെ ഇങ്ങനെ നോക്കി നിന്ന് പോകും. അതിൻ്റെ ചുറ്റുമുള്ള മലകൾ തന്നെയാണ് അതിൻ്റെ ഭംഗി ഇരട്ടിപ്പിക്കുന്നത്. അപ്പം നമുക്കിനി മേലുകാവ് ചെന്നിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. നമുക്ക് മേലുകാവ് ടൗണിലേക്ക് പോകാം. നമ്മുടെ മേലുകാവും ഞങ്ങളുടെ ഗ്രാമവും ഇലവിഴ പൂഞ്ചിറയും ഇല്ലിക്കലൊക്കെ എങ്ങനെയുണ്ട്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്നാ പറഞ്ഞേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 സ്ഥലങ്ങളെടുത്താൽ അതിലൊന്ന് നമ്മുടെ മേലുകാവും ഈ ഒരു ഇല്ലിക്കൽ കല്ല് ഭാവവും നമ്മുടെ ഇലവിഴ പൂഞ്ചിറയൊക്കെയാണ്. ശരിക്കും ഗ്രാമങ്ങൾ കാണാനാണല്ലോ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം നമ്മൾ അറിയപ്പെടാതെ കിടക്കുന്ന ഗ്രാമങ്ങളിലെ വീഡിയോ മറ്റാൾക്കാർക്ക് നല്ല രീതിയിൽ നല്ല കാഴ്ചകളായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തരവാദിത്വം. അപ്പോൾ അത് മാക്സിമം ഭംഗിയായിട്ട് തന്നെ ഞാൻ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. കൂടുതലും ഇടുക്കി ജില്ലയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇടുക്കി ജില്ലയിൽ ഒരുപാട് ഇന്നറായിട്ടുള്ള ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പല ഗ്രാമങ്ങളും ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്ത ചെറിയ ചെറിയ സ്പോട്ടുകളുണ്ട്. നമ്മളൊരു ഗ്രാമത്തെ ചൂസ് ചെയ്തിട്ട് ആ ഗ്രാമത്തിൻ്റെതായ അവിടുത്തെ കൾച്ചറും കാഴ്ചകളും ഇനി അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ട് എല്ലാം എഡിറ്റ് ചെയ്ത് ഒപ്പം തന്നെ വോയിസ് മോഡുലേഷൻ, നല്ല വോയിസ് ആണ്. അതൊക്കെയാണ് മെയിനായിട്ട് അല്ലേ നമുക്ക് തോന്നുന്ന വീഡിയോ കാണാറുള്ളതല്ലേ? എന്താണ് തോന്നുന്നത് വിഷ്വൽ കാണുമ്പോൾ, ആ വീഡിയോ കാണുമ്പോൾ? നല്ല ഭംഗിയായിട്ടല്ലേ? നമ്മുടെ കേരളക്കാരെ ആകെ ഇപ്പം തമിഴ്നാട്ടിലും ഇനി അടുത്തോട്ട് ഓരോരോ സ്റ്റേറ്റുകളൊക്കെ ആയിട്ട് ആൾക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു പൊന്നാട് അനിയത്തി സ്വീകരിക്കുകയാണ്. ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ മാക്സിമം ആളുകളിലോട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഇനിയും നമ്മൾ അഭ്യർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. മേലുകാവ് ഒരു ചെറിയ പട്ടണമാണ്. ഇതിൻ്റെ അടുത്തുള്ള ടൂറിസ്റ്റ് ലൊക്കേഷൻസാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ലുണ്ട്, എലവീഴ പൂഞ്ചിറുണ്ട്, കോലാനി മുടിയുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഇതെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാത്തത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. നമ്മുടെ കഥ പറയുമ്പോൾ, പാപ്പിയപ്പച്ചൻ, എലവീഴ പൂഞ്ചിറ, അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കൂട്ടം ഗ്രാമീണരുടെ നാടാണ് മേലുകാവ്. നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. വീഡിയോ കാണുമ്പോഴല്ല അത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഒരു മലഞ്ചെരിവാണേലും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ മേലുകാവ്. അപ്പോൾ എല്ലാവരും മേലുകാവ് വരിക, മേലുകാവിലെ കാഴ്ചകൾ കാണുക. കാഴ്ചയുടെ ഒപ്പം തന്നെ ഈ ഒരു ഗ്രാമത്തിലേക്ക് എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലൊരു സഞ്ചാരിയായിട്ട് മാത്രം ട്രാവൽ ചെയ്യുക. ഒരിക്കലും നാട്ടിൽ ചപ്പ് ചോറുകളോ മറ്റ് വേസ്റ്റ് സാധനങ്ങളൊന്നും വലിച്ചെറിയില്ല. നല്ലൊരു ടൂറിസ്റ്റായിട്ട് മാറിയിട്ട് നമ്മുടെ എല്ലാ ഗ്രാമത്തെയും നിങ്ങൾ കണ്ട് ആസ്വദിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മേലുകാവ് എന്ന മനോഹരമായിട്ടുള്ള ഗ്രാമത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഗ്രാമക്കാഴ്ചകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു നാട്ടിലെ നല്ലൊരു കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.